ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കല്യാണിയും കിരണും സരയുവിന്റെ കാര്യം സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പൊ കിരൺ പറയുന്നുണ്ട്, നമ്മൾ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇനിയിപ്പോ അവൾക്ക് ആ ആനുകൂല്യമൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അവൾ ഇട്ടിട്ട് പോട്ടെ, എന്തായാലും നമ്മൾ അവനെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ പോയി എന്നുള്ളത് ശരി തന്നെയാണ്. അത് നമ്മുടെ ഭാഗത്ത് വന്ന തെറ്റ് തന്നെയാണ്. അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവൾക്ക് ചെയ്തു കൊടുക്കുന്നില്ല. ആ ഒരു തെറ്റ് അവൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോട്ടെ കല്യാണി, നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്നിങ്ങനെ കിരൺ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ കല്യാണി പറയുന്നുണ്ട്, അവള് നമ്മുടെ കമ്പനിയിലെ ജോലി വേണ്ടാന്ന് വെക്കുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ സാധ്യതയുണ്ട് കിരണേട്ട. കാരണം അവൾ ഈ ജോലി വേണ്ടാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും കിരണേട്ടൻ നാളെ അവളുടെ അരികിലേക്ക് ഒന്ന് ചെല്ലണം, അവളെ ഒന്ന് സമാധാനിപ്പിക്കണം, എന്നിട്ട് അവളുടെ ദേഷ്യമൊക്കെ അടക്കണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും മനോഹറിൻ്റെ അരികിലേക്ക് നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകണ്ട, അവൻ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ പരോളിൽ അവൻ തിരിച്ച് ജയിലിലോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കിരൺ പറയുകയാണ്, നാളെ എന്തായാലും ദിലീപിൻ്റെ അച്ഛൻ്റെ അസ്ഥി സഞ്ചയനമാണ്, അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് അവളുടെ വീട്ടിലും കയറാം എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞിനെ എങ്ങാനും അവള് മാറ്റുമോ, അതൊക്കെയാണ് എനിക്ക് ടെൻഷൻ എന്നിങ്ങനെ കല്യാണി പറയുമ്പോൾ, അത് നീ അറിഞ്ഞില്ലേ, കുഞ്ഞിപ്പോൾ അവിടെ നമ്മുടെ വീട്ടിലല്ല, അവളുടെ താരയാൻറ്റിയുടെയും അവളുടെയും കൂടെയാണ് എന്ന് പറയുമ്പോൾ അശ്ശോ. അപ്പോൾ പറയാണ്, അത് അച്ഛനും അമ്മയ്ക്കും വിഷമാവില്ലേ എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട്. അതെ, അവർക്ക് വിഷമാവുന്നുണ്ട്. അവർക്ക് മാത്രമല്ല, ഷാരി ആൻറ്റിക്കും അത് വലിയൊരു ടെൻഷനായി മാറണം. അവരുടെ നേരം പോക്കായിരുന്നു കുഞ്ഞ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഈ പറയുന്ന സരയുവിനെ തന്നെയാണ്. സരയു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വളരെ ദേഷ്യത്തിൽ തന്നെയാണ്. അതിനുശേഷം അവിടേക്ക് കുഞ്ഞുമായിട്ട് താര വരികയാണ്. അപ്പോൾ താര വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ഭക്ഷണം കഴിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ്. വേണ്ട, എനിക്ക് വേണ്ട, അമ്മ കഴിച്ചു കിടന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ കല്യാണിയോട് ഒട്ടും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വിടും മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇല്ല, അപ്പോൾ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടുത്തെ ആൻറ്റിക്കും അങ്കിളിനും വിഷമായി കാണുമെന്ന് താര ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ പറയുമ്പോൾ സരയി പറയാണ്, വിഷമാവട്ടെ, ഞാൻ അതിനേക്കാളും കൂടുതൽ വിഷമിച്ചില്ലേ അവൾ കാരണം, ആ കല്യാണി കാരണം. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അമ്മ അവളെ മോളെ പോലെയാണ് കാണുന്നത്. എന്നാലും ഞാൻ പറയാം, അവളെ ആ കിരണിൻ്റെ ജീവിതത്തിലേക്ക്, അതായത് ആ ക്യാൻറ്റീനിലേക്ക് വന്നതിന് ശേഷമാണ് അവൾ ഇങ്ങനെയൊക്കെ ആയത്. അവിടെ വന്നിട്ട് അവൾ കിരണിൻ്റെ മനസ്സ് കീഴടക്കുകയാണ് ചെയ്തത്. ഞാൻ അന്ന് ആ സമയത്ത് കിരണിനോട് കുറച്ച് ദേഷ്യമൊക്കെ കാണിക്കുകയും എൻ്റെ സ്വഭാവമൊക്കെ തീരെ മോശമായിരുന്ന സമയമാണ്. അങ്ങനെ ആ സമയത്താണ് അവൾ കിരണിൻ്റെ മനസ്സിലേക്ക് ഇടം പിടിച്ചത്. ശരിക്കും പറഞ്ഞാൽ അവളെ ശരിക്കൊരു നല്ല പെൺകുട്ടിയല്ല. കാരണം അവനും ഞാനും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിട്ടുള്ള കാര്യം അവൾക്കറിയാം. അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിരിക്കില്ലേ, നല്ല പെൺകുട്ടികളാണെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് ഇടം പിടിക്കില്ലല്ലോ. അങ്ങനത്തെ പെൺകുട്ടി അത്ര നല്ല പെൺകുട്ടിയൊന്നുമല്ല ഈ പറയുന്ന കല്യാണി എന്നൊക്കെ ഇങ്ങനെ സരയെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറയും, ഇനിയും പറയും, അവൾക്ക് ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ അവളോടൊന്നും ദേഷ്യമോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. എന്നിട്ടും അവളിപ്പോൾ എൻ്റെ കുഞ്ഞിനെ ആ മനോഹരനെ കാണിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ അവൾ? എന്നിട്ട് അവളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടില്ലേ? ഒരിക്കലും ഞാൻ അവളോട് ഇത് ക്ഷമിക്കില്ല. അവളെ എൻ്റെ കിരണിനെ തട്ടിയെടുത്തതാണ്. ഇപ്പോൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി അതെൻ്റെ കഴുത്തിൽ കിടക്കേണ്ടതായിരുന്നു. അവൻ്റെ മനസ്സ് കീഴടക്കിയതാണ്. നല്ല നല്ല ഭക്ഷണം വെച്ചു കൊടുത്തും, അവനാണെങ്കിൽ ഭക്ഷണത്തിനോടൊക്കെ ഇത്തിരി ഇഷ്ടമുള്ള ആളാണ്. അപ്പം അങ്ങനെയൊക്കെ അവനെ കീഴടക്കിയതാണ്. പിന്നെ അറിയാലോ, അമ്പലങ്ങൾ മുഴുവനും അവൾ കയറി ഇറങ്ങും. അങ്ങനെ ദൈവത്തിനെ വിളിച്ചിട്ടാണ് എൻ്റെ കിരണിനെ തട്ടിയെടുത്തത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സരയി പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് താര ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്ത് പറയണമെന്നറിയാതെ. അങ്ങനെ ആ സമയത്ത് ഇനി എന്നോട് കൂടുതലായിട്ടൊന്നും അമ്മ സംസാരിക്കേണ്ട, അമ്മ കുഞ്ഞിനെ കൊണ്ടുപോയി ഉറക്കാൻ നോക്കി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ താരയോട്. അപ്പോൾ താര ഒന്നും മിണ്ടാനാകാതെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ ദിലീപിനെ കാണിക്കുകയാണ്. ദിലീപ് തൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കടലിൽ നിന്ന് മുങ്ങി വരികയാണ്. അപ്പോൾ അങ്ങനെ വന്നത് പാടെ തന്നെ കിരണും അവിടെ നിൽക്കുന്നുണ്ട്, കൂട്ടുകാരന്മാരും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കിരണിനോട് പറയുന്നുണ്ട്, അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി അച്ഛൻ ആഗ്രഹിച്ച കാര്യം നടക്കണം, എൻ്റെയും കാർത്തികയുടെയും വിവാഹം ഉടനെ തന്നെ നടത്തണമെന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു ഉറച്ച തീരുമാനത്തിൽ ഞങ്ങൾ നിൽക്കും, കൂടെ തന്നെ നിൽക്കും. ഞാൻ എന്തായാലും ദിലീപിനോട്
വലിയൊരു ബഹുമാനം തോന്നുകയാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ എന്നൊക്കെ കിരൺ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദിലീപ് പറയുകയാണ്, കല്യാണിയുടെ അമ്മ മരിച്ചപ്പോൾ കല്യാണം ഉറച്ച തീരുമാനങ്ങളല്ലേ എടുത്തത്, അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യത്തിലും. ഇനി എന്തായാലും പിന്നോട്ടില്ല. എൻ്റെ അമ്മയുടെ വാക്കുകളും ഞാൻ അമ്മയെ നേരാൻ വഴിക്ക് കൊണ്ടുവന്നതും ഈ ഒരു കാര്യത്തിലൊക്കെ തന്നെയാണ്. എനിക്ക് എന്തായാലും കാർത്തിക ഇല്ലാതെ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും അവനൊരു പക്ഷേ ഞങ്ങൾക്കിടയിലേക്ക് വരട്ടെ. ഞാൻ എന്തായാലും ആയുധം കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. ആ ആയുധം കൊണ്ട് ഞാൻ അവനെ കുത്തിമലർത്തും. അവൻ വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദിലീപ് പറയുകയാണ്. അപ്പോൾ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ വന്നതിന് ശേഷം, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീട്ടുകാർ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരാനാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ഇവനെ വിട്ട് പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഇവനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഇവനെ അങ്ങനെ ഞങ്ങൾ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ഇവൻ്റെ സംരക്ഷണത്തിനും കൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പം ഇത്ര ദിവസമായിട്ട് ഞങ്ങൾ പോകാതെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ, അത്രയ്ക്ക് ഞങ്ങൾ ഫ്രണ്ട്സാണെന്നൊക്കെ ഇങ്ങനെ അവരും അങ്ങനെ പറയുകയാണ്. എന്തായാലും ഇനി ഒരു മാറ്റമില്ല, ഇനി ഉടനെ തന്നെ കല്യാണം നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവരങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കിരൺ അവിടേക്ക് വരികയാണ്. അതായത് നമ്മുടെ താരയുടെ വീട്ടിലേക്ക് സരയുവിനെ കാണാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ താരയാണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സരയുവിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അപ്പോൾ കിരൺ അവിടേക്ക് വന്നിട്ട്, എല്ലാ ആൻറ്റി മോളുടെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ, ദേഷ്യത്തിൽ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയം തന്നെ സരയു മുകളിൽ നിന്ന് സാരിയെ കൊടുത്ത് അങ്ങനെ ഇറങ്ങി വരികയാണ്. അങ്ങനെ സരയുവിൻ്റെ നോട്ടമൊന്നും, കിരണിനോടുള്ള നോട്ടം സമീപനമൊന്നും തീരെ ശരിയല്ല. വളരെ റൊമാൻറ്റിക് ആയ രീതിയിലൊക്കെയാണ് അവളങ്ങനെ പെരുമാറുന്നത്. അങ്ങനെ വന്ന പാടെ അവനിങ്ങനെ നോക്കുകയാണ്. അങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കിരൺ പറയുകയാണ്, നീ ഇന്നലെ കല്യാണിയെ വിളിച്ചിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ എന്ന് പറയുകയാണ്. അത്രയ്ക്കൊന്നും ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, എന്തേ അവൾ ചെയ്ത തെറ്റല്ലേ എന്നിങ്ങനെ പറയുകയാണ് സരയു. അപ്പോൾ അവൾ ചെയ്ത തെറ്റ് തന്നെയാണ്. ഇനി എന്തായാലും അതുപോലൊരു തെറ്റ് ഞങ്ങൾ ആവർത്തിക്കില്ല. ഞങ്ങൾ ഇനി എന്തായാലും മനോഹറിൻ്റെ അരികിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇതിനു മുൻപ് ഇതേ വാക്ക് എനിക്ക് തന്നതല്ലേ, എന്നിട്ട് വീണ്ടും കൊണ്ട് കാണിച്ചില്ലേ, എന്നോട് ചെയ്ത തെറ്റിന് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നോട് മാപ്പ് പറയുന്ന സരയു, എന്തായാലും കല്യാണി കാണുമ്പോൾ കല്യാണിയും നിന്നോട് മാപ്പ് പറയും. അവൾക്ക് എന്തോ നിന്നെ കാണുമ്പോൾ പേടിയാ, നീ എന്തെങ്കിലും ഇത് വല്ലതും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് എന്ന് പറയുമ്പോൾ, ഈ തെറ്റിനൊന്നും മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ സരയു പറയുകയാണ്. എന്തായാലും എനിക്കൊന്ന് പുറത്തു പോകണം എന്ന്, എനിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട് എന്ന് സരയു പറയുമ്പോൾ കിരൺ പറയുകയാണ്, അതിനെന്താ വാ, നമുക്ക് രണ്ടുപേർക്കും പോവാം, ഞാൻ നിന്നെ കൊണ്ടുപോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സരയു മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് എന്തായാലും ഞാനൊരു ആഗ്രഹിച്ച കാര്യം തന്നെയാണെന്ന്, എന്നാൽ പോവാടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും പോവുകയാണ്. അപ്പോഴും ഒരു നല്ലൊരു പ്രണയത്തിൻ്റെ ആ ഒരു കണ്ണുകളോട് കൂടി തന്നെയാണ് നമ്മുടെ കിരണിനെ സരയു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ കാറിൽ കയറി പോകുന്നുണ്ട്. നമ്മുടെ താരയാണെങ്കിൽ അവരെ നോക്കി നിൽക്കുകയാണ്. താരയ്ക്ക് നല്ല ടെൻഷനുണ്ട്. അവൾ തലേദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ താര ആ സമയത്ത് ഓർത്തു പോവുകയാണ്. അങ്ങനെ കാറിൽ കയറിയതിന് ശേഷം കിരൺ പറയുന്നുണ്ട്, എടി ഈ പറയുന്ന മനോഹർ അവൻ മാറിയത് തന്നെയാണ്, അത് നിനക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല, ശരി തന്നെയാണ്. ഇനിയിപ്പം അവൻ്റെ ഇതിന് നടക്കട്ടെ, മാറുന്നവർ മാറട്ടെ സരയു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും കിരൺ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. കിരൺ പറയുന്ന വാക്കുകളൊന്നും അവളുടെ കാതുകളിൽ കേൾക്കുന്നില്ല. അപ്പോൾ കിരൺ ചോദിക്കുന്നു, നിനക്ക് എന്താ പറ്റിയത്, ഞാൻ പറഞ്ഞ വല്ലതും കേട്ടോ നീ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ അപ്പൂവ കേട്ടു എന്ന് പറയാം, എന്നാന്ന് പറഞ്ഞ ഞാൻ എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ അവൾക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ ആ സമയം പറയുന്നുണ്ട്, എന്തായാലും നീ ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയു മനസ്സിൽ കരുതുന്നുണ്ട്, എന്തായാലും കിരണേ, ഞാൻ ഇനി എന്തായാലും നിന്നെ വിട്ടുകൊടുക്കില്ല. ആ കല്യാണിയുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ തട്ടിയെടുക്കും. അവളെ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ തട്ടിയെടുത്തതല്ലേ, ഇനിയിപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് ഞാൻ വന്ന് വിള്ളലുണ്ടാക്കി നീ എൻ്റെ സ്വന്തമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഉറച്ച തീരുമാനത്തോട് കൂടി ഇരിക്കുന്ന സരയുവിനെയും കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.